എന്തായാലും അവർ പറയുന്നതനുസരിച്ച് ഈ ഒരു ഉപയോഗശൂന്യമായിട്ട് നിൽക്കുന്ന ഒരു കെട്ടിടമായിരുന്നു, അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. സർജറി എന്ന വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടമാണ്. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ പിൻഭാഗമാണിത്. ഇവിടെ അധികം ആളുകൾ ഉപയോഗിക്കാത്തൊരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ കാലപ്പഴക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം. എന്തായാലും 3 ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിലൊരു കുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ പരിക്കുകളൊന്നും സാരമല്ല. ചേട്ടാ ഒരു മിനിറ്റ്, എങ്ങനെയാണ് ചേട്ടാ ഇത്? എന്താ ഇതിൻ്റെ കാരണം എന്താണ്? ചേട്ടാ ഇതിനെന്താ ഈ പൊടുന്നതിൻ്റെ കാരണം എന്താണ് കേട്ടോ? കാലപ്പഴക്കമാണ്. അതെന്നാ വ്യക്തമായിട്ട് നമുക്കറിയില്ല. ഞങ്ങളൊക്കെ ഈ വാർഡിൽ ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇടിഞ്ഞ് വീണെന്ന് ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നഴ്സിംഗ് ഓഫീസറും അവരുമൊക്കെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ അവിടുന്ന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് ഞങ്ങൾ ഓടി എത്തിയതാണ്. ഇല്ല, ഞങ്ങൾ വന്നപ്പോൾ ഒന്നും ആരുമില്ല. ഞങ്ങൾ വാർഡിൽ നിന്നൊക്കെ ആൾക്കാരെല്ലാം ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ മാറ്റിക്കൊടുത്തു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇത് 11ഉം 14ഉം ഇതിൻ്റെ ടോപ്പ് 10 ആണ്. 10ാം വാർഡ്. ശരി. എന്തായാലും അവർ പറയുന്ന കാര്യം അത് തന്നെയാണ്. കൂടുതൽ ആൾക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് അപകടമുണ്ടായ സാഹചര്യത്തിൽ ഈ നഴ്സിംഗ് അധികൃതരടക്കം ഇവിടെയുള്ള ജീവനക്കാരെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. എന്തായാലും അവരെത്തിയപ്പോൾ തന്നെ ഈ അപകടം പറ്റിയ 3 ആളുകളെയും ഇവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം അനുസരിച്ച് 3 ആളുകളുടെയും ആരോഗ്യസ്ഥിതിയിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ്. നിലവിൽ എന്തായാലും ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവർ ഈ കെട്ടിടത്തിനുള്ളിലല്ലായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുണ്ടായതെന്നാണ് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വലിയ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെയാണ് താഴേക്ക് വീണിട്ടുള്ളത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ ഗുരുതരമായിട്ടുള്ളൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം അത്രത്തോളം ആയിരക്കണക്കിന് രോഗികൾ തുടരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയ കോൺക്രീറ്റ് പാളികളാണ് ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ കോൺക്രീറ്റ് പാളികൾ തന്നെയാണ് താഴേക്ക് വീഴുകയുണ്ടായത്. എന്തായാലും ഈ ഭാഗത്ത് ഈ താഴെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് തന്നെയാണ് വലിയ അപകടം എന്തായാലും ഒഴിവായിരിക്കുന്നത്. എന്തായാലും